ആപത്ത് ആപത്ത് ആപത്ത്. ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് മനസ്സമാനത്തിൽ നിങ്ങൾ ജീവിക്കുന്നത്. ഇനി എന്തിനാ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ആവശ്യമില്ലാണ്ട്? ഇവിടെ നിന്നൊന്നുമില്ല. ഉമ്മ നടന്നങ്ങണ്ട് ഉമ്മക്ക് ഒരു തോന്നിയതാവും. അതാരാ അവിടെ ഒരു രൂപം പോലെ ഒരാൾ പോലെ നിൽക്കുന്നുണ്ടല്ലോ. ഉമ്മ എന്താ ഇവിടെ പുറത്ത് നിൽക്കണേ? നിങ്ങൾ ഈ പാതിരാത്രി ഇവിടെ നിന്ന് കരാൻ നിൽക്കണെന്തിനാ? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉമ്മ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങണ്ടായിരുന്നല്ലോ. എന്തിനാ നിങ്ങളെ ഞങ്ങൾ ശല്യപ്പെടുത്തണത്? നിങ്ങൾക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞ് തീർക്കുകയാണ്. എൻ്റെ വീടാണിത്. എനിക്കൊരു മോനുണ്ട്. പിന്നെ ഉമ്മാന്റെ കാര്യം നോക്കണം, മരുന്ന് തരണം. ഞാൻ എന്തൊക്കെയാ ചെയ്യുക? എനിക്ക് ജീവനോടത്തോളം കാലം എൻ്റെ ഉമ്മാനെ പൊന്നു പോലെ ഞാൻ നോക്കാം. പൊട്ട മണം എന്തോരം പറഞ്ഞാലും മണിക്കാം. മരുന്നിന്റെ മൂത്രത്തിന് എന്തൊക്കെയൊക്കെയോ മണം വരുന്നുണ്ട്. അതിന് മാത്രമുള്ള തെറ്റ് ഞാൻ എന്താ ചെയ്ത് നിങ്ങളോട്? ഈ എപ്പോ നോക്കിയാലും ഉമ്മ ഉമ്മ ഇവിടെ നിന്നോട്ടാ. ഉമ്മാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ എനിക്ക് ദേഷ്യമില്ലാന്ന് വിചാരം ഉമ്മാക്ക്? അവരെന്ത് പറഞ്ഞാലും നീയൊന്നും കാതോർക്കണ്ട. നീ ഉണ്ടാകുന്നത് ബാക്കിയുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തോളാം. എന്റെ സമ്മതം ആർക്ക് വേണ്ട. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലടാ. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് ഒരിക്കലും നിങ്ങൾ ജീവിക്കൂല. എന്നെ ശ്രമിക്കാൻ നീ ആരും. അതിന്റെ പേരിൽ കുറെ സ്വത്തുക്കളുണ്ട്. പിന്നെ ഈ വീടടക്കം അതിന്റെ പേരില്ല. വെട്ടുകാരാജാന്റെ മോളാ. എന്നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അടക്കറിയില്ല. ഈ വാടാ ഇങ്ങോട്ട് വാ. ഉമ്മയും വരുന്നു മോനെ. ഉമ്മാനെയും കൂടെ കൊണ്ടുപോവാ. എന്നെ തല്ലി എന്നെ ചവിട്ടൊക്കെ ചെയ്തിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പോ സങ്കടം കൊണ്ട് പോയതാണ് ഉമ്മ. മരിക്കാനാ തോന്നുന്നു. എൻ്റെ ഉമ്മാനെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. പൊന്നു പോലെ നോക്കൂ, ഞാൻ നോക്കോ. ആ അതാ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിക്കണ്ട വന്നു മോനെ. ഇത് ആവശ്യമില്ലാതെ നിൽക്കണ്ട. എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ? നിങ്ങളൊക്കെ ഈ കുടുംബം എത്ര നല്ലപോലെ ജീവിച്ചിരുന്ന ആൾക്കാരാ. അടച്ചോനെ, എനിക്ക് വയറൊക്കെ കടയുന്നു. എനിക്ക് തോന്നുന്നുണ്ട്. ഈ വെള്ളം കുടിച്ചപ്പോഴൊക്കെ തലവേദന, ശരീരമൊക്കെ കുഴയുണ്ടല്ലോ. അങ്ങനെയാണ് എന്നെ കൊന്നത് അവര്. എൻ്റെ മകപ്പാവികളവര്. എൻ്റെ മകനെ പോലെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ എൻ്റെ മകനെ കണ്ടിട്ടേ ഇല്ല. അവര് അല്ല, നിങ്ങളോട് ഇത്ര ക്രൂരത അവർ ചെയ്തിട്ട് നിങ്ങൾ അവരൊന്നും തിരിച്ച് ചെയ്തില്ലേ? ഉമ്മ ഒന്നും ഉണ്ടാണ്ടിരുന്നേ. ഉമ്മ എന്തൊക്കെ ചോദിക്കണത്? എൻ്റെ മോനോടും ചെയ്ത കാര്യത്തിന് അവരോട് തന്നെ എങ്ങനെയാ പ്രതികരിക്കാണ്ടിരിക്കുക? എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും അവരവരെ സമാധാനമായിട്ട് അവരെ വിട്ടിട്ടില്ല. എന്നെ ഇല്ലാതാക്കിയിട്ട് അവര് സമാധാനമായിട്ട് ജീവിക്കാന്നല്ല. അവരൊന്നും അവർക്ക് വിടില്ല, ഒരിക്കലും വിടില്ല. എവിടെ നീയേ വന്നേ? എന്തെങ്ങനെ അലറി പൊളിക്കണേ? ഞാൻ എന്തോന്ന് പേടിച്ചു. എന്താണ്? നീ അറിഞ്ഞ ഇന്നലെ വന്നില്ല അവൻ? ആര്? നമ്മുടെ എൻ്റെ മോനെ. അവൻ പോയിട്ട് ഉമ്മാനെ അന്വേഷിച്ചിട്ട് വന്നില്ലേ? ഉമ്മ അവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുക. ഞാനിത് കേട്ടോണ്ട് ഓടിപ്പറഞ്ഞിട്ട് ഓടി വന്നതിപ്പോൾ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഓടിച്ചോ ഇരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതിന് നിങ്ങളെന്തിനാ ബേജാറാകണേ? അവരെ ആരോ പറഞ്ഞിട്ട് ഓട്ടോയിൽ പറഞ്ഞെന്നല്ലേ ആ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞേ. അതുപോലെ ഇരിക്കട്ടെ. അത് നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾ ബേജാറായാൽ നിങ്ങൾ കാണിച്ചു കൊടുത്ത പോലെയാവും. നിങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കുക, പേടിക്കണ്ട. ധൈര്യത്തിൽ നിൽക്കണം നമ്മൾ. എങ്ങനെ ഞാൻ പേടിക്കാണ്ടിരിക്കും? നിൻ്റെ വാക്ക് കേട്ടിട്ടില്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും കുഴിയിൽ ചാടുന്നതൊക്കെ? ഈ മുതലിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ എൻ്റെ വാക്ക് കേട്ടിട്ട്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. എങ്ങനെ പിന്നെ പേടിക്കാണ്ടിരിക്കുക? പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. പോലീസുകാരെ കണ്ടാൽ എനിക്ക് പേടിയാണ്. അതാണ് ഈ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണത്. അതെ, ഇപ്പം എല്ലാം എൻ്റെ മക്കിട്ടായില്ലേ? നിങ്ങളെല്ലാം കൂടെ നിന്ന് പറഞ്ഞു തന്നിട്ട് ചെയ്തിട്ട് ഇപ്പം എല്ലാം എൻ്റെ മക്കിട്ടിക്കായില്ലേ? എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട കേട്ടാ. ഞാൻ ആരാന്നറിയോ? വെട്ടുകാരാജേൻ്റെ മോളാ.
അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ. നിങ്ങൾ ഭാര്യനെ കൊന്നില്ലേ, അതേപോലെ ഒരു നിമിഷം മതി നിങ്ങളെ കൊല്ലാൻ. ആ വക പേടിയൊന്നും എനിക്കില്ല കേട്ടാ. എന്നോട് മാത്രം കളി വേണ്ട. ആ, ഭർത്താവായ ഭർത്താവ് തെറ്റേണ്ടല്ലോ. എൻ്റെ സ്വഭാവം നിങ്ങളറിയും. നീ അവിടെ നിന്ന് എല്ലാം എൻ്റെ തലയിൽ കുറ്റപ്പെടുത്തി നീ ഒന്ന് ഓടാൻ നിൽക്കല്ലേ. ആചാര്യ മകളാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ എൻ്റെ തലയ്ക്ക് ഇട്ടിട്ട്. പിന്നെ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് പറ്റില്ല. കിടക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ഒരുമിച്ച് കിടക്കാം. എനിക്ക് എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാനേ ഞാൻ സമ്മതിക്കില്ല കേട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ. എന്തിനാ മനുഷ്യൻ നിങ്ങൾ ഈ പോലീസ് കിടന്നിട്ട് മരിക്കാൻ നിൽക്കണത്? നിങ്ങളൊരു ധൈര്യം കാണിക്കൂ. പോലീസ് വന്ന് നോക്കും, ബെല്ലടിക്കുന്നത്. ചെല്ല് പോയി നോക്ക്. ഞാൻ പോയില്ല കേട്ടാ. അത് പോലീസൊന്നും ആവില്ല. നിങ്ങൾ പോയി തുറന്നേ. ഞാൻ നോക്കട്ടെ പറയും. ആ നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? നിനക്ക് കിട്ടിയൊന്നും പോരെ? ആ ഞാൻ തന്നെയാ. ഞാനിങ്ങോട്ട് വന്നപ്പോഴൊക്കെ എന്നെ ഇവിടെ നിന്ന് ചവിട്ടിയിട്ടും തല്ലിയിട്ടും പറഞ്ഞല്ലേ ഉള്ളൂ. എൻ്റെ ഉമ്മ എവിടെയും ചോദിച്ചപ്പോഴും നിങ്ങളൊരു വാക്ക് പറഞ്ഞല്ലോ. നിങ്ങൾക്കുള്ള നല്ല പണിയേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. നീയേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തൊക്കെ ഞങ്ങൾ അറിഞ്ഞതാ. നിന്നെ കണ്ട് നിങ്ങൾ പേടിച്ചിരിക്കണ? എന്താ നിന്റെ വിചാരം? ഒരു വിചാരമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചോടെ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, 2 പേർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരും പോലീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, എൻ്റെ ഉമ്മാനെ നിങ്ങൾ എന്ത് ചെയ്തോ, എൻ്റെ ഉമ്മാൻ്റെ ശാപവും എൻ്റെ ശാപവും എല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ശപിക്കും. നോയിക്കോ. നിന്റെ ശാപമൊന്നും എനിക്ക് കേൾക്കില്ല. നീ പോടാ, ഇറങ്ങി പോടാ. ഇവിടെ കിട്ടിയതൊക്കെ പോരെ. വീണ്ടും കയറി വരുന്നു ഉമ്മ എന്നിട്ട് മര്യാദയ്ക്ക് പൊക്കട്ടെ. ഇനി ചവിട്ടി കൂട്ടി ഞാൻ. ആ പോവാൻ തന്നെയാ വന്നത്. ആ കേസ് പിൻവലിക്കാന്നുണ്ടെങ്കിലേ ഇപ്പോഴെങ്കിലും ഒന്ന് പറയും. എൻ്റെ ഉമ്മാനെ നിങ്ങൾ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഒന്നും കണ്ണിൽ പെടാണ്ട് ഞാനും ഉമ്മ എവിടെയെങ്കിലൊക്കെ പോയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോളാം. ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറയേ. അതെ, നീ കേസ് പിൻവലിക്കൊന്നും വേണ്ട. നീ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയേ. നീ കേസ് കൊടുത്തില്ല, അവരന്വേഷിച്ചോളൂ. അവരന്വേഷിച്ച് എന്താ ഉണ്ടായെന്നുള്ള അവർ പറഞ്ഞോളൂ. ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് അന്ന് കയറ്റി വിട്ട് നിന്നോട് പറഞ്ഞാണല്ലോ. പിന്നെ എന്തിനും ഇവിടെ അന്വേഷണം വരാനുള്ളത്? ഒരു അന്വേഷിക്കില്ല, ഒരു പേടിയില്ല ഇവിടെ. നീ ഇറങ്ങിപ്പോയാൽ അവിടെ നിന്ന് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര പ്രാവശ്യം പറയണം ഞാൻ? ഇതിനുള്ളതേ നിങ്ങൾ അനുഭവിക്കും. ഈ ലോകത്ത് അനുഭവിച്ചിട്ടേ നിങ്ങൾ പോവുള്ളൂ. നോയിക്കോ. ഒന്ന് പോയടാ അവിടെ നിന്ന്. നീ എവിടെ? ആ, നിങ്ങൾ വന്നാ സമയം എന്തായി നോക്കിയോ? എത്ര നേരം? ഞാൻ ആ പോലീസ് കേസിൻ്റെ അത് കേസൊന്നും എന്താണെന്ന് പറയാൻ വേണ്ടി അന്വേഷിക്കാൻ പോയതാണ്. നോക്കുമ്പോൾ അവൻ കേസൊന്നും കൊടുത്തിട്ടില്ല. വെറുതെ പറഞ്ഞത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതല്ലേ നിങ്ങളോട് തന്നെ ആദ്യമേ പറഞ്ഞത്. അങ്ങനെയൊന്നും ചെയ്യാനോ കുട്ടി ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കോളിംഗ് ബില്ല് അടിച്ചാൽ പേടി, ആരെങ്കിലും ഇങ്ങോട്ട് ഒന്ന് വന്നാൽ പേടി, ആരെങ്കിലും ഒന്ന് നോക്കിയാൽ പേടി. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഒന്ന് പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലയെന്ന്. ഇനി ആ പേടിയൊക്കെ മാറിയില്ലേ? ഇനിയെങ്കിലും ടെൻഷൻ അടിക്കാണ്ടിരിക്കും. ടെൻഷനൊന്നും ഇല്ലടി. അത് ഞാനിതിൽ നടന്നു വരുമ്പോൾ നേരെ ഒരുപാടായില്ല, കുറേ നേരമായി. ഭയങ്കര ഇരുട്ട്, കൂറിരുട്ട്. പെട്ടെന്നൊരു സൗണ്ട്, ഇങ്ങനെ സൗണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സൗണ്ട് കാണാനില്ല. ഒരു നേരിൽ എൻ്റെ പിന്നാലെ തുടർന്ന് വരുന്ന പോലെ. ഞാൻ സ്പീഡിൽ നടന്ന് വേഗം ഇങ്ങോട്ട് വന്നു. ആ മനസ്സ് ഇങ്ങനെ ഇപ്പം ടക്ക് സൗണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വരിക. പെട്ടെന്ന് കടന്നു വന്നു. ഇനിയിപ്പോൾ ബിരിയാണിയുടെ മണം കൊണ്ട് നായ അതൊന്നുമില്ല. എന്തോ ഒരു ഇരുട്ട് പോകുന്ന പോലെ ഒരു ഇത്. ഞാൻ വേഗം അങ്ങോട്ട് ഓടി വന്നു. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ പോലീസ് കേസും എല്ലാം പേടി മാറി. ഇപ്പോൾ ഇതാണ് ഒരു പുതിയൊരു ഇത് അല്ലേ? അതൊന്നും ഇല്ല നിങ്ങൾക്ക് തോന്നുമോ? നിങ്ങളെ നേരിലെ കണ്ട് നിങ്ങളെന്നെ പേടിച്ചതാവും. അതേ, ഈ സ്വത്തൊക്കെ നമ്മുടെയാണ്. ഇനി ഇതിനാരുമില്ല. അപ്പോൾ അത് അനുഭവിച്ചൊരു സുഖം സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാം. അതിൻ്റെ ഇടയിൽ ഇനി ഓരോ പുതിയ ഓരോ സാധനം പേരും പറഞ്ഞിട്ട് വരണ്ടങ്ങൾ. നൈൽ വന്നു, അത് വന്നു, ഇത് വന്നു. ഓരോ തോന്നലാണ്. അതിങ്ങോട്ട് തന്നെ എനിക്ക് നല്ല വിശപ്പ്. ഓരോ തോന്നൽ. ആ പിന്നെ ഈ വീട്ടിൽ കൂടുതൽ വേലയുണ്ട്. ഞാൻ എന്താ വേലക്കാരിയൊന്നുമല്ല ഇവിടെ ഇവിടുത്തെ. ഒരു വേലക്കാരി വെക്കണം. അതിനാരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി. ഓരോ തോന്നല്ല. ആരത്? ആരാ എൻ്റെ വീട്ടിൻ്റെ
ബാക്കിൽ വന്ന് നിന്ന് കരയണ ആരാ? ആരാണ്? എന്നെ അറിയില്ല നിനക്ക്? എല്ലാവരും കൂടി എന്നെ കൊന്നു കളഞ്ഞില്ലേ? കോപികളെ കൊന്നു കളഞ്ഞില്ല അന്ന്. ആരാണ് നീ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ വന്നിട്ട്? ആരെ കൊന്ന കാര്യം നീ പറയണേ? നീയാ? അയ്യോ, നീ എന്താ ഇവിടെ? അയ്യോ, നിന്നെ ഞങ്ങൾ കുഴിച്ചിട്ടതല്ലേ? അയ്യോ, എനിക്ക് തോന്നിയതാവോ? എന്നാലും അങ്ങനെയല്ലല്ലോ. എന്തോ ഒരു ബാക്കിൽ ഇങ്ങനെ വന്ന ഓരോ സംശയം. ആരത്? ആരത് ഈ നേരത്ത്, ഈ രാത്രി നേരത്ത്? ആരാ അവിടെന്ന്? സ്വപ്നല്ലല്ലോ. നീയാ? നീ മരിച്ചുപോയല്ലോ. നീ എന്താ ഇവിടെ? എന്ത് എന്ത് എന്ത്? ഗ്രില്ലിൻ്റെ അവിടെ. എന്ത് പറ്റി? ഗ്രില്ലിൻ്റെ അവിടെ അവളെ കണ്ടു. എന്ത് കണ്ടു? അവളെ കണ്ടു. നമ്മളെ കുഴിച്ചിട്ടില്ലേ? അവളെ കണ്ടു. ഇങ്ങനെ നിൽക്കണു. ഇവിടെയാ? ബാക്കിലാ? ഗ്രില്ലിൻ്റെ അവിടെ. കാണിച്ചുതരാം. ഗ്രില്ലിൻ്റെ അവിടെ. എന്ത് നീ പറയുന്നു? ഞാൻ കാണിച്ചു തരാം. അവിടെ തന്നെ നിൽക്കട്ട്, കയ്യൊക്കെ പിടിച്ചിട്ട്. നിങ്ങളെന്താ വിളിച്ചാ വരാത്തത്? കാണിച്ചു തരാം. അവിടെ തന്നെ നിൽക്കണ്ട്. ഞാനും കണ്ടടി. അത് വരുമ്പോൾ ഒരു കറുത്ത രൂപം. ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വാതിൽ തുറന്നിട്ട് വരുമ്പോഴാണ് നീ ഇങ്ങനെ ഓടി വന്നത്. നമ്മൾ ചെയ്തതിന് ഇനി നമ്മളെ പകരം വീട്ടാൻ മാത്രം വന്നാവോ? എനിക്ക് പേടിയായിട്ട് വയ്യ. അതേ, നമ്മൾ രണ്ടാളും കണ്ട സ്ഥിതിക്ക് എന്തായാലും ഇതിലൊരു പരിഹാരം കാണണം. എന്തായാലും നേരം വിളിക്കട്ടെ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. വേണ്ടത് വാ. ഓരോന്നും ആലോചിച്ച് കിടക്കാൻ നിൽക്കല്ലേ കേട്ടാ. ഇതിനെ നേരം വിളിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം നമുക്ക് കാണാം. പിന്നെ രാത്രി ഉറക്കത്തിൽ അവിടെ ഇവിടെ സൗണ്ട് കേട്ട് കണ്ട് ഉറക്കത്തിൽ നെട്ടിണിക്കും വേണ്ട. അത് എണിച്ച് പോകണ്ട, മൂത്രമൊക്കെ എന്നെ വിളിക്കിട്ടാ. ഇപ്പം ഇത് കണ്ടത് മനസ്സിലായില്ലേ എന്താന്നുള്ളത്? അപ്പോൾ ഒറ്റയ്ക്ക് തനിച്ചിന്ന് പോകാൻ നിൽക്കണ്ടാന്ന്. ലൈറ്റ് ഓഫ് ആക്കട്ടെ എന്നാ. അയ്യോ,